നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും നിഷ്കരുണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകളുടെ പ്രോക്സി എന്ന പദം നീക്കം ചെയ്തിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ പ്രോക്സി ശക്തികളില്ല. നടപടിയെടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രോക്സി ഫോഴ്സിന്റെ ആവശ്യവുമില്ല. ഈ പ്രസ്താവന മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ തീവ്രവാദ പ്രോക്സികൾക്കുള്ള തിരിച്ചടിയെ തുടർന്നാണിത്. ലെബനനിലെ ഹിസ്ബുള്ള, ഹമാസും ഗാസ മുനമ്പിലെ ഇസ്ലാമിക് ജിഹാദും യമനിലെ ഹൂതികളും സിറിയയിലെ അസദ് ഭരണകൂടവും ഒന്നും ഇറാന്റെ നിയന്ത്രണത്തിൽ അല്ല എന്നാണ് പറയുന്നത്. ഹിസ്ബുള്ളയും ഹമാസും ഒന്നും ഇറാന് വിഷയമല്ല എന്നും അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദി അവർ മാത്രമാണ് എന്നുമാണ് ഖമേനിയുടെ വാദം. മാത്രമല്ല, ഖമേനി ഇപ്പോൾ വാളോങ്ങിയിരിക്കുന്നത് അമേരിക്കയോടാണ്. കാൽക്കീഴിൽ ചവിട്ടിമെതിക്കുമെന്നാണ് ഭീഷണി. ഇതിന് ഒരു പ്രോക്സികളുടെയും സഹായം ഇറാന് ആവശ്യമില്ല എന്നും ആയത്തുള്ള വീമ്പടിക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമാസിനും ഇസ്രയേലുമായുള്ള യുദ്ധങ്ങളിൽ കനത്ത നഷ്ടം സംഭവിച്ചതിന് ഒരു വർഷത്തിന് ശേഷമാണ് ആയത്തുള്ള ഖമേനിയുടെ ഈ പരാമർശം. യമനിലെ ഹൂതി വിമതരും ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യത്തിൽ ആരംഭിച്ച ചെങ്കടൽ കപ്പൽ പാതകളിലെ ആക്രമണങ്ങളുടെ പേരിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം നേരിടുകയാണ് ഹൂതികൾ. ഇറാൻ എന്തെങ്കിലും നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും അതിന് ഒരു പ്രോക്സികളുടെയും ആവശ്യമില്ലെന്ന മുന്നറിയിപ്പും ഖമേനി നൽകുന്നുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഒരു പ്രോക്സി ഫോഴ്സ് ഇല്ല. ലെബനന്റെ ഹിസ്ബുള്ള, പലസ്തീനിയൻ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ പ്രോക്സി യുദ്ധത്തിന്റെ ഒരു രൂപമാണ് എന്ന ആശയം ഖമേനി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പകരം ഈ പ്രസ്ഥാനങ്ങളിലെ ചെറുത്തുനിൽപ്പ് പോരാളികളെ നയിക്കുന്നത് അവരുടെ സ്വന്തം വിശ്വാസങ്ങളും ബോധ്യങ്ങളുമാണ്. അല്ലാതെ ഇറാന് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. ഇറാന് അതിന്റെ ആവശ്യവുമില്ല എന്നാണ് നേതാവ് വിശദീകരിച്ചു പറയുന്നത്. യമൻ യുദ്ധം ചെയ്യുന്നത് അതിന് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഹിസ്ബുള്ള യുദ്ധം ചെയ്യുന്നത് വിശ്വാസത്തിന്റെ ശക്തി അതിനെ ആ കളത്തിലേക്ക് ആകർഷിക്കുന്നതിനാലാണ്. ഹമാസും ഇസ്ലാമിക് ജിഹാദും യുദ്ധം ചെയ്യുന്നത് അവരുടെ വിശ്വാസങ്ങൾ അവരെ നിർബന്ധിക്കുന്നതിനാലാണ്. ഞങ്ങളുടെ പ്രോക്സിയെ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല എന്നാണ് സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനി ടെഹ്റാനിലെ സന്ദർശകരോട് പറഞ്ഞത്. നടപടിയെടുക്കാൻ പ്രോക്സി ഫോഴ്സ് ആവശ്യമില്ല എന്നും ഇറാൻ ആയത്തുള്ളയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഗാസയിലെ ഹമാസിനും ഇസ്രയേലുമായുള്ള യുദ്ധങ്ങളിൽ കനത്ത നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും തന്നെ ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നാണ് ഖമേനിയുടെ പരാമർശം. ഈ ഗ്രൂപ്പുകൾ ഇറാന്റെ നിയന്ത്രണത്തിലേ അല്ല എന്നും ഖമേനി ഉറപ്പിച്ചു പറയുന്നു. ഇറാനിൽ അരാജകത്വവും അശാന്തിയും സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഖമേനി ആരോപിക്കുന്നു. ടെഹ്റാൻ ഇറാൻ പ്രദർശനത്തിന് ചുറ്റുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ടെഹ്റാന്റെ പ്രോക്സികളായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഞായറാഴ്ചയാണ് ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നത്. തന്റെ രാജ്യം നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും അതിന് ഇവരെ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിൽ ഹമാസ്, ഹൂതികൾ, ഹിസ്ബുള്ള എന്നിവർ മാത്രമല്ല ഇറാഖിലെ ചെറിയ ഷിയ മിലീഷ്യ ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും ഇസ്രയേലിനോടും അതിന്റെ പ്രധാന പിന്തുണക്കാരായ അമേരിക്കയോടുമുള്ള എതിർപ്പിൽ ഒറ്റക്കെട്ടാണ് താനും. ഇറാനിൽ അരാജകത്വവും അശാന്തിയും സൃഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായും അമേരിക്കയുടെ കൂലിപ്പണി സ്വീകരിക്കുന്ന ആരെയും ഇറാനിയൻ രാഷ്ട്രം അതിന്റെ ശക്തമായ കാൽക്കീഴിൽ ചവിട്ടി മെതിക്കുമെന്നും ഖമേനി പറയുന്നു. വാഷിംഗ്ടന്റെ താൽപര്യങ്ങളുമായി തങ്ങളെ തന്നെ അണിനിരത്താൻ പരിഗണിക്കുന്നവർക്ക് വ്യക്തമായ സന്ദേശമാണ് ഇതെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സിറിയയിലെ സ്ഥിതിഗതികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുന്നതിലൂടെയോ അരാജകത്വവും കലാപങ്ങളും വളർത്തിക്കൊണ്ടും രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള US ഗൂഢാലോചന നിരസിച്ചുകൊണ്ട് ശക്തവും മാന്യവുമായ ഒരു ഭരണത്തിന്റെ ആവിർഭാവം ഉണ്ടാകുമെന്നാണ് ഖമേനി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അമേരിക്കക്കാരും സയനിസ്റ്റ് ഭരണകൂടവും അവരുടെ സഖ്യകക്ഷികളും തങ്ങൾ വിജയിച്ചുവെന്ന് തെറ്റായാണ് വിശ്വസിക്കുന്നത്. ഇത് സമർത്ഥിച്ചുകൊണ്ട് നേതാവ് ഈ പ്രസ്താവനകളെ അസംബന്ധം എന്ന് പറഞ്ഞാണ് തള്ളിക്കളയുന്നത്. ഇസ്ലാമിക വിപ്ലവ നേതാവിന്റെ അസന്ധിഗ്ധമായ നിലപാട് ഇറാന്റെ തത്വങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും ബാഹ്യ സമ്മർദ്ദത്തിലോ ഇടപെടലുകളോ വഴങ്ങാനുള്ള വിസമ്മതത്തിനും അടിവരയിടുന്നതാണ്. സന്ദേശം വ്യക്തമാണ്. ഇറാൻ അതിന്റെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിയില്ല.
ഇതിന്റെ പ്രാദേശിക സ്വാധീനത്തെ തുരങ്കം വയ്ക്കുന്നതിനോ രാജ്യത്തിനുള്ളിൽ അസ്ഥിരതയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനോ ഉള്ള യാതൊരു ശ്രമവും നിശ്ചയദാർഢ്യതയോടെ നേരിടും എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ശനിയാഴ്ച യമനിലെ ഹൂതികളെ US സൈന്യം ആക്രമിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ അടുത്തിടെ റോക്കറ്റ്, ഡ്രോൺ വിക്ഷേപണത്തിന് ശേഷം പവർ സ്റ്റേഷനുകളും ഹൊദൈദ തുറമുഖവും ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് കാര്യമായ നഷ്ടം സംഭവിക്കുകയും ലെബനനിലെ ലിറ്റാനി നദിയുടെ തെക്കുഭാഗത്തു നിന്ന് പിൻവലിയാൻ സമ്മതിക്കുകയും ചെയ്തു. ഹമാസിന് ഗാസയുടെ ഭൂരിഭാഗവും നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇതിന്റെ നേതാക്കളും അതിലെ നിരവധി പോരാളികളും കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ഇറാൻ അച്ചുതണ്ടിനെ മധ്യഭാഗത്തു നിന്ന് വിഭജിച്ചു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഞായറാഴ്ച ഖമേനിയുടെ എക്സ് അക്കൗണ്ടിൽ കൗണ്ടറായി പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്: സയനിസ്റ്റുകൾ തങ്ങളാണ് വിജയികളെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ നികൃഷ്ടരായ ആളുകൾ, നിങ്ങൾ എവിടെയാണ് വിജയിച്ചത്? നിങ്ങൾ ഗാസയിൽ വിജയിച്ചോ? നിങ്ങൾ ഹമാസിനെ നശിപ്പിച്ചോ? നിങ്ങളുടെ സ്വന്തം തടവുകാരെയെങ്കിലും മോചിപ്പിക്കാൻ സാധിച്ചുവോ? നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ കഴിയാതെ 40,000-ത്തിലധികം ആളുകളെ കൊന്നൊടുക്കുന്നതാണോ ഈ വിജയം? മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ സയനിസ്റ്റുകൾ വിജയിച്ചിട്ടില്ല, നിങ്ങൾ പരാജയപ്പെട്ടു. സിറിയയിലെ ധീരരും ഭക്തരും യുവജനങ്ങളും തീർച്ചയായും നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കും എന്നാണ് ഖമനേയി ഉറപ്പിച്ചു പറയുന്നത്. ഇതിനിടയിൽ സാമ്പത്തിക രംഗവും ഇറാനിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. ഇറാനിയൻ റിയാൽ കഴിഞ്ഞയാഴ്ച റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. ഡോളറിനെതിരെ 7,77,000 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിലും മതപരമായ ബലപ്രയോഗത്തിലുമുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നത് തുടരുകയാണ്. പക്ഷേ ഖമേനി തളരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രത്യക്ഷമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ എക്സ് അക്കൗണ്ടിലൂടെ തന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.